ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എന്താണ് ഈ ഉണ്ണിക്കുട്ടനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ബാക്കിൽ ഞാനും ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടാളും കൂടെ ഇവന് ബുക്സൊക്കെ മേടിക്കാനായി പോയിട്ടോ. ഉണ്ണിക്കുട്ടനല്ല, ശ്രീകുട്ടനായിരുന്നു ബുക്സൊക്കെ കിട്ടിയത്. പക്ഷെ കോൾ അടിച്ചത് ഉണ്ണിക്കുട്ടനായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വന്നാൽ എന്തൊക്കെയൊക്കെയോ വേണമെന്ന് ഇവൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ ശരി വെറുതെ പറഞ്ഞതായിരിക്കുന്നു. പക്ഷേ ഇവൻ വിട്ടില്ല ഗൈസ്. ഞാൻ എന്തിനോ ഇവനെ കൊണ്ടുപോയി എന്ന് ഞാൻ 1-2 തവണയൊക്കെ ആലോചിച്ചു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവൻ 3-4 തവണ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുകയും ചെയ്തിട്ടാ. പിന്നെ ഞോണ്ടി വിളിച്ചിട്ട് അവൻ എണീപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വരെ ബോറടിച്ച്. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഇങ്ങനെ വിശന്നിട്ട് വയറിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല. എനിക്കതിങ്ങനെ മനസ്സിലാകും കേട്ടോ ചില സമയത്ത്. പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ അതൊന്നും ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാറില്ല. കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് വന്നത് ഉണ്ണിക്കുട്ടൻ്റെ ബർഗറായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവൻ എൻ്റെ അടുത്ത് ബർഗറാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഇവനെ മേടിച്ച് കൊടുത്ത്. പക്ഷേ ഇല്ല, ഇവൻ എനിക്കൊരു ബൈറ്റ് പോലും തന്നില്ല. എനിക്കങ്ങ് സങ്കടമായി പോയിട്ടോ. ഇവൻ ഫസ്റ്റ് അങ്ങ് കടിച്ച്. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുവാണേ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കങ്ങ് സങ്കടം വന്ന്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ലോഡഡ് ഫ്രൈസ് കിട്ടും. ഇവനിലെ ആ ലോഡഡ് ഫ്രൈസ് കണ്ടപ്പോൾ ഇവൻ്റെ മുഖം കുറച്ച് ഈ ലോഡഡ് ഫ്രൈസിലോട്ട് വന്ന്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. പക്ഷെ എന്നെക്കൊണ്ട് ഇത് ഫുള്ളും കഴിക്കാനും സാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ കണ്ട ആക്രാന്തത്ത് ഫോക്കൊക്കെ വെച്ച് കുത്തി കയ്യിൽ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഫോർക്കൊക്കെ വെച്ച് അങ്ങ് കുത്തി ഞാനങ്ങ് തിന്നപ്പോൾ എനിക്കൊരു ബാർബിക്യൂ ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ആക്ച്വലി അതിൽ നിന്ന് വന്നത്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ചീസി ക്രിസ്പി, നല്ല സൂപ്പർ ലോഡഡ് ഫ്രൈസ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നത്. അതെന്താണെന്നറിയില്ല. ഞാൻ തന്നെ കഴിക്കുന്ന ഫുഡാണെങ്കിലും എൻ്റെ വായിക്കൂടെ വെള്ളം വരും കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. പിന്നെ കഴിച്ച് എനിക്ക് മടുത്ത്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടാ നീ വേണേൽ കഴിച്ചതെന്ന് പറഞ്ഞാൽ അവനും കുറച്ച് കൊടുത്തട്ടാ. പിന്നെ അവനും ഇങ്ങ് കഴിച്ച്. പിന്നെ ഞാൻ അങ്ങ് വാരി കൊടുക്കാൻ തുടങ്ങി. അതിന്റെ കാരണം വേറൊന്നുമല്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ ഓവറും ആയിരുന്നു ഈ ഫുഡ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ബർഗർ മാത്രം കഴിച്ച് മിണ്ടാണ്ടിരുന്നാൽ മതിയെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. പക്ഷെ ആക്രാന്തം, ആ വിശപ്പിൻ്റെ വിളിയിൽ ആക്രാന്തം കാരണം ഞങ്ങൾ ഫുഡ് ഒരുപാട് ഓർഡർ ചെയ്ത്. പിന്നെ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നിട്ട് എൻ്റെ ആ ഒരു കുത്തിക്കഴപ്പ് മാറിയിട്ടില്ല. പിന്നെ ഞാൻ വേഗം ഒരു പൈനാപ്പിൾ ലൈമും കൂടെ ഓർഡർ ചെയ്ത് കുടിച്ചു കേട്ടോ. അതും കൂടി കുടിച്ചപ്പോഴേക്കും പിന്നെ വയറങ്ങ് ഫുള്ളായി. ഉണ്ണിക്കുട്ടനെ ഞാനും കൂടെ പാതിയാട്ടെ കുടിച്ചത്. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് മതിയായിരുന്നു. ഞങ്ങൾ കഴിച്ചപ്പോഴേക്കും വയറങ്ങ് പൊട്ടി ഗൈസ്.